വിശദമായ വാർത്തകൾ നോക്കാം. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിഞ്ഞ ലോറിയടക്കം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ 7ാം ദിനത്തിൽ. കരയിൽ പരിശോധന നടത്താൻ സൈന്യത്തിന്റെ തീരുമാനം. ലോറിയിൽ നിന്ന് പൂർണ്ണമായും ഉറപ്പിക്കുന്നതുവരെ മണ്ണ് നീക്കും. ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ അത്യാധുനിക സംവിധാനങ്ങളും ഉപയോഗിക്കും. കരയിലെ പരിശോധന പൂർത്തിയായാൽ മാത്രമാകും പുഴയിലെ വിശദമായ പരിശോധന ഉണ്ടാവുക. കെ വി ബൈജു വിശദാംശങ്ങളുമായി ചേരുന്നു ശിരൂരിൽ നിന്നും. ബൈജു, അർജുൻ മടങ്ങി വരണമേ എന്ന പ്രാർത്ഥന മാത്രമാണ് ഒരു നാടിനുള്ളത്. ഇപ്പോൾ തിരച്ചിൽ പൂർണ്ണമായും ആരംഭിച്ചല്ലോ അല്ലേ? തീർച്ചയായും ഭവ്യ, തിരച്ചിൽ രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ തിരച്ചിൽ നടത്തുന്നത്. എന്തായാലും ഇന്നലെ വൈകിട്ട് വലിയ നിരാശയാണ് നമുക്കുണ്ടായതെങ്കിൽ ഇപ്പോൾ പ്രതീക്ഷകളുടെ ഒരു ദിനം കൂടി ഇന്ന് ഉണ്ടാകുന്നു എന്നതാണ് ശിരൂരിൽ നമുക്ക് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം. അതായത് ഈ കരസേന നടത്തിയ ഈ പ്രദേശങ്ങളിലൊക്കെ നടത്തിയ ഒരു അന്വേഷണത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോൾ ഈ മലയുടെ തൊട്ട് താഴെ റോഡിൽ ഉള്ള മണ്ണുകൾ പൂർണ്ണമായി നീക്കം ചെയ്യണം. അതിനകത്ത് ഈ ലോറി ഒരു പക്ഷേ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് അവരും ഇത്തരത്തിൽ നൽകുന്ന വിവരം. ഒപ്പം ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവരും പറയുന്നത് ആ മണ്ണ് പൂർണ്ണമായും മാറ്റേണ്ടതുണ്ട്. എന്തായാലും ഇന്നലെ റവന്യൂ മന്ത്രിയാണ് ഈ റോഡിൽ ലോറി ഇല്ല എന്നൊരു പ്രസ്താവന അത് സ്ഥിരീകരിക്കുന്ന രീതിയിൽ ഇന്നലെ പ്രസ്താവന ഇറക്കിയത്. പക്ഷേ അതല്ല സാഹചര്യം. ഈ റോഡിന് മുകളിലുള്ള മണ്ണ് പകുതിയിലധികം ഇനി ഉണ്ട് എന്ന തരത്തിലാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. എന്തായാലും 70% മാത്രമേ മണ്ണ് നീക്കം ചെയ്തിട്ടുള്ളൂ എന്നാണ് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ആ ദുരന്തം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്തായാണ് ശിരൂരിൽ നമ്മൾ ഉള്ളത്. നമ്മൾ അവിടെ ഇപ്പോൾ ആ പ്രദേശത്ത് വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്നതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ദൃശ്യം ചിത്രീകരിക്കാൻ ഇപ്പോൾ അനുവദിക്കുന്നില്ല. ഞാൻ ആ സ്ഥലത്ത് ഇപ്പോൾ ഒന്ന് പോയി നോക്കിയതാണ്. വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. സൈന്യം ഉണ്ട്, ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ മുഴുവൻ സന്നാഹങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. പക്ഷേ അപ്പോഴും വലിയ തോതിലുള്ള ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം ഈ പുഴയിലും ഒപ്പം കരയിലും രണ്ട് തിരച്ചിലും ഒരേപോലെ നടത്തണമെന്ന ഒരു ആവശ്യമാണ് ഈ വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കരസേനയുടെ ആധുനിക സംവിധാനങ്ങൾ കൊണ്ടുവന്നാൽ പുഴയിൽ വലിയ തോതിൽ മണൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ആ മണലിനടിയിൽ ലോറി, ട്രക്ക് ഇത്തരത്തിൽ ഉണ്ടോ എന്ന പരിശോധന കൂടി ഇതിനൊപ്പം തന്നെ നടത്തേണ്ടതുണ്ട്. എന്നാലും ഇന്ന് ഒരു അവസാന പ്രതീക്ഷ എന്ന നിലയിൽ ആ ഒരു വലിയ വളരെ നിർണായകമായ ഒരു ദിനമായി ഇന്ന് കാണുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾക്ക് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരുന്നുവെങ്കിലും ഇന്ന് നേരിയ പ്രതീക്ഷയുടെ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ഏതായാലും കാലാവസ്ഥ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, വളരെ അനുകൂലമായ കാലാവസ്ഥയാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ ശക്തമായ മഴ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ, പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടെങ്കിൽ തന്നെ തിരച്ചിലിന് അത് യാതൊരു തരത്തിലും തടസ്സമുണ്ടാകില്ല എന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ സൈന്യം ഇനി രാത്രിയായാലും തെരച്ചിൽ നടത്താൻ അവർ ഒരുക്കത്തിലാണ്. രാത്രിയും കൂടി തെരച്ചിൽ നടത്താനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് അവരുള്ളത്. അതിനുള്ള വെളിച്ച സംവിധാനമൊക്കെ ഇവിടെ എത്തിക്കും. മറ്റ് സംവിധാനങ്ങളൊക്കെ, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കും. ഈ ലോറിയും അതുപോലെ തന്നെ JCBയുടെയും സേവനം രാത്രി ആവശ്യമുണ്ട്. ഈ മണ്ണ് ഇവിടുന്ന് കടത്തിക്കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ. അതിനും ഒക്കെ അപ്പുറം ഈ ഇത്തരത്തിൽ ഈ ഭൂമിക്കടിയിൽ ഇത്തരത്തിൽ കൃത്യമായ ശക്തമായ ഇത്തരത്തിൽ പരിശോധിക്കുന്ന യന്ത്രങ്ങൾ, സംവിധാനങ്ങൾ വേണം. അത് നമ്മുടെ കരസേനയുടെ കയ്യിലുണ്ട്. ആ സംവിധാനങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാവും. അത് വെച്ച് പരിശോധന നടത്തിയാൽ മതി. ആ പരിശോധനയെ ട്രക്കിന്റെ പൂർണ്ണ രൂപം അതിൽ തെളിഞ്ഞു കാണും. എന്തായാലും ഈ കുടുംബം ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. ഒരേ സമയത്ത് തന്നെ ഈ കരയിലും കടലിലുമുള്ള പുഴയിലുമുള്ള തെരച്ചിൽ. ഇതിന് തൊട്ട് സമീപത്തായിട്ട് ഹണി ബീച്ച് എന്ന ഒരു തീരപ്രദേശമുള്ളത്. ആ പ്രദേശത്തും ഇതിനോട് സമീപത്തുമൊക്കെ നേവിയുടെ സംഘം പരിശോധന നടത്തുന്നുണ്ട്. ഈ നേവി നടത്തിയ തെരച്ചിലിൽ നേവിയുടെ മുങ്ങൽ വിദഗ്ധർ നടത്തിയ തെരച്ചിൽ പുഴയുടെ അടിത്തട്ടിലെവിടെയും ഇത്തരത്തിലുള്ള ലോറിയോ മറ്റ് ഇതിൽ ഉണ്ടായിരുന്ന മരങ്ങളോ ഒന്നും കണ്ടെത്താനായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് സമീപത്ത് തന്നെ അർജുനുണ്ട്, അർജുന്റെ ട്രക്കുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. ഈ മണ്ണിനടിയിൽ ഉണ്ടോ അതോ റോഡിലുള്ള ഈ മണ്ണിൽ തന്നെ ഈ ലോറി ഉണ്ടോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായാലും ഈ കഴിഞ്ഞ 6 ദിവസമായി രക്ഷാപ്രവർത്തനം
രക്ഷാപ്രവർത്തനം നടത്തുന്നു. പക്ഷേ വളരെ മന്ദഗതിയിലായിരുന്നു. അതിൽ ഒരു വീഴ്ചയുമില്ല എന്ന ഒരു പ്രസ്താവന ഇറക്കി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്നലെ ഇവിടെ നിന്നും മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. വലിയ തോതിലുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ ഇവിടെ എത്തുന്ന സാഹചര്യം, മുഖ്യമന്ത്രി മന്ത്രിമാരും ഒക്കെ എത്തുന്ന സാഹചര്യം. അപ്പോഴും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ മന്ദഗതിയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. സൂചിപ്പിച്ചതുപോലെ രക്ഷാപ്രവർത്തനത്തിലുള്ള മന്ദഗതി തന്നെയാണ് കാര്യങ്ങൾ ഇത്രമാത്രം സങ്കീർണമാക്കിയതെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്, ഇന്നലെ റവന്യൂ മന്ത്രി പറയുകയുണ്ടായി 98% മണ്ണ് മാറ്റിയെന്ന്. പ്രത്യേകിച്ചും കർണാടക റവന്യൂ മന്ത്രി പറഞ്ഞ വാക്കുകളാണ്. 98% മണ്ണ് പൂർണ്ണമായും മാറ്റി, അവിടെ ഇനി ഒരു സാധ്യതയുമില്ല ലോറി കണ്ടെത്താനെന്ന് അദ്ദേഹം പ്രസ്താവന ഇറക്കിയ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളടക്കം, പ്രത്യേകിച്ചും ബൈജു അടക്കം സൂചിപ്പിച്ചു 70% മണ്ണ് മാത്രമേ മാറ്റിയുള്ളൂ എന്ന്. മലയാളിയായ രഞ്ജിത്ത് ഇസ്രായേൽ അടക്കം അവിടെ രക്ഷാപ്രവർത്തനത്തിലുണ്ട്. അദ്ദേഹം അടക്കം പറയുന്നു വലിയ മൺകൂനകൾ ഇനിയും ബാക്കിയുണ്ട്, ഇപ്പോഴും ലോറിയും രഞ്ജിത്തും ഉണ്ടാവാനുള്ള സാധ്യത ആ മൺകൂനയിൽ തന്നെയാണ് എന്ന് അദ്ദേഹവും പറയുന്ന സാഹചര്യം. എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരത്തിലൊരു പ്രസ്താവന കർണാടക റവന്യൂ മന്ത്രി ഇറക്കിയിട്ടുണ്ടാവുക? തീർച്ചയായും അത് പ്രധാനമായും എം കെ രാഘവൻ MP ഉൾപ്പെടെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കുമെന്നാണ്. അത്രയും ലാഘവത്തോടെയാണ് ഈ കേസ് ഇത്രയും ഗൗരവമായി കൈകാര്യം ചെയ്യേണ്ട ഒരു സംഭവം കാണുന്നത് എന്ന് വേണം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി നേരിട്ട് ഈ സ്ഥലത്ത്, എനിക്ക് പിറകിൽ കാണുന്ന ഈ സ്ഥലത്ത് സന്ദർശനം നടത്തി, എന്നിട്ടും ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ആ കാര്യത്തോട് കോൺഗ്രസിന്റെ തന്നെ ഈ പ്രതിനിധികൾ പറയുന്നത്. എന്തായാലും തീർച്ചയായും 98% മണ്ണ് ഇവിടെ നിന്ന് നീക്കം ചെയ്തു എന്ന റവന്യൂ മന്ത്രിയുടെ ഈ വാദം പൂർണ്ണമായും ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് ഇത്തരത്തിൽ പങ്കാളികളായ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ഈ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ആ രഞ്ജിത്ത് തന്നെ ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിലും ആ കാര്യം വ്യക്തമാക്കി. എന്തായാലും ഈ കരയിൽ ഉള്ള മുഴുവൻ മണ്ണും മാറ്റി മാത്രമേ അത്തരത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ സാധിക്കൂ. ഇനി അത് അത്തരത്തിൽ കരയിൽ കണ്ടെത്തിയില്ലെങ്കിൽ പുഴയിലും ഒരേ സമയത്ത് തിരച്ചിൽ നടത്തണം. അതാണ് പ്രധാനം. ഇന്നത്തെ ദിവസം അവസാന പ്രതീക്ഷ നമുക്കുള്ള ഒരു ദിവസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതീക്ഷയാണെങ്കിൽ ഇന്നലെ വലിയ നിരാശയാണ് നമുക്ക് വൈകിട്ടൊക്കെ അനുഭവപ്പെട്ടത്. ഈ കുടുംബമൊക്കെ ആ രീതിയിലായിരുന്നു, വളരെ വൈകാരികമായിരുന്നു അവർ പ്രതികരിച്ചതും. അവരുടെ മുഖത്ത് അത് കാണാമായിരുന്നു. കാരണം നമുക്കറിയാം, ഒരു കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 7 ദിവസമായിരിക്കുന്നു. അർജുൻ എവിടെ എന്ന ചോദ്യം ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് മലയാളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു. നമുക്കറിയാം, ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ ഉൾപ്പെടെ 1-2 മാധ്യമങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ മുഴുവൻ മാധ്യമങ്ങളും ഇവിടെ എത്തിയിരിക്കുന്നു. അത്രത്തോളം സമ്മർദ്ദം മാധ്യമങ്ങൾ വഴിയും മറ്റും ഉണ്ടാക്കിയിട്ടും ഈ വാർത്താ സമ്മേളനത്തിൽ ഇത്തരം വാക്കുകൾ മാത്രം, ആശ്വാസ വാക്കുകളും മുഖം മിനുക്കുന്ന വാക്കുകൾ മാത്രം നൽകിയ അവർ മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഏതായാലും ഇനി അത്തരം വാദങ്ങളിലേക്ക് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യേണ്ടി വരുമെങ്കിലും നിലവിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം രഞ്ജിത്തിനെ കണ്ടുപിടിക്കേണ്ടതാണ്. അതിന് ഈ കരയിലും പുഴയിലുമുള്ള ഒരേ സമയത്തുള്ള തിരച്ചിലാണ് ആവശ്യപ്പെടുന്നത്. കാരണം ഏതെങ്കിലും കാരണവശാൽ ഈ കരയിൽ ഇത്തരത്തിൽ ട്രക്ക് കണ്ടെത്താനായില്ലെങ്കിൽ പിന്നീട് പുഴയിലേക്ക് തിരച്ചിൽ നടത്തുന്ന സാഹചര്യം വരികയാണ്. അത് പിന്നീട് വൈകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. ഓരോ ദിവസങ്ങൾ വൈകുമ്പോഴും അത് നമുക്കറിയാം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ട്രക്ക് ഈ മണ്ണിനടിയിലുണ്ടെങ്കിൽ അദ്ദേഹം സുരക്ഷിതനായി, അർജുൻ സുരക്ഷിതനായി തിരിച്ചു വരും എന്ന പ്രതീക്ഷ ഇപ്പോഴുമുണ്ട്. ആ സമയത്താണ് ഈ പുഴയിൽ ഏതെങ്കിലും തരത്തിലാകപ്പെട്ടാൽ അത് ഏത് സാഹചര്യത്തിലുള്ളതായിരിക്കും, എങ്ങനെയായിരിക്കും അവസ്ഥ എന്നത് നമുക്കിപ്പോൾ അത് ഒരിക്കലും ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കില്ല. ഒരു മിറാക്കിൾ, അതായത് ഒരു അത്ഭുതം സംഭവിക്കുമെന്ന വലിയ പ്രതീക്ഷ ഇനി പുഴയുടെ വലിയ മിറാക്കിളിനായുള്ള കാത്തിരിപ്പാണ് ബൈജു. അത് തന്നെയാണ് ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവണമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കൊക്കെ ഉള്ളത്. ബൈജു, ഇന്നലെ സൈന്യമടക്കം നമ്മൾ നിരാശപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. കാരണം ആധുനിക ഉപകരണങ്ങളുമായി സൈന്യം വരുമെന്നും വലിയ തിരച്ചിലുണ്ടാകുമെന്നും ഇന്നലെ തന്നെ അർജുനിലേക്ക് എത്തുമെന്നുള്ള വലിയ പ്രതീക്ഷ നമ്മളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് വിഫലമായി എന്നത് യാഥാർത്ഥ്യമാണത് പറയാതിരിക്കാൻ സാധിക്കില്ല. പക്ഷെ ഇന്ന് ആ ഒരു പ്രതീക്ഷ എത്ര വേഗം നമുക്ക് അർജുനിലേക്ക് എത്താനാകും? സർവ്വ സന്നാഹങ്ങളുമായി ആധുനിക ഉപകരണങ്ങളുമായി തന്നെയാണോ സൈന്യം തിരച്ചിലിന് ഇറങ്ങിയത് ഇന്ന്? അതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നലെ 3:30 കൂടിയാണ് ഈ സൈന്യം ഇവിടെ എത്തിയത്. സൈന്യത്തിന് ആദ്യമായി സൈന്യം ഇവിടെ എത്തുന്ന ദൃശ്യം ഉൾപ്പെടെ ന്യൂസ് 8 പുറത്തുവിട്ടിരുന്നു. അതേ സമയത്താണ് മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയുടെ സന്ദർശനം. ഈ പ്രദേശത്ത് ദുരന്തം നടന്ന സ്ഥലത്തേക്കുള്ള സിദ്ധാരാമയ്യയുടെ ഇത്തരത്തിലുള്ള സന്ദർശനവും ഉണ്ടായത്. ഇത് രണ്ടും ഒന്നിച്ച് വരികയും അതിനൊപ്പം വലിയ
ശക്തമായ മഴ, ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വളരെ ശക്തമായ മഴ ആ സമയത്തുണ്ടായി. ഇതൊക്കെ വന്നു ചേർന്നപ്പോഴും ഈ സൈന്യം ഇവിടെ നിന്നും നേരെ ഈ സ്ഥലത്തേക്കാണ് എത്തിയത്. അവരുടെ 40 അംഗ സംഘവും അത് നയിക്കുന്ന ഉദ്യോഗസ്ഥരും നേരിട്ട് ഈ സംഭവ സ്ഥലത്തെത്തുന്ന സാഹചര്യമാണ്. ഇന്നലെ പ്രധാനമായും അവർക്ക് ഇതിന്റെ വ്യാപ്തി, അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്, ഇത്തരമൊരു അപകടം നടന്നാൽ ഈ ലോറി ഉൾപ്പെടെ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് ഭാഗത്തുണ്ടാവും തുടങ്ങിയ കണ്ടെത്തലുകളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം എന്തൊക്കെ ഉപകരണങ്ങളാണ് ഈ ഒരു തെരച്ചിലിന് വേണ്ടത് എന്നത് അവർക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം അത്തരം ഉപകരണങ്ങൾ കൊണ്ടുവരാൻ അവർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ ഉപകരണങ്ങളൊക്കെ ഏതായാലും ഉച്ചയോടുകൂടി തന്നെ ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ആ ഉപകരണം എടുത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ലോറി എവിടെയാണ് ഉള്ളതെന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അത് സൈന്യത്തിന്റെ ഉദ്യോഗസ്ഥരും അത് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ആ ഉപകരണം എത്തിയാൽ നമുക്ക് ഒരു നല്ല വാർത്ത, ഈ ട്രക്ക് എവിടെയുണ്ട്, ഈ മണ്ണിനടിയിൽ തന്നെ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റും. അതിനു മുമ്പൊക്കെ ഈ മണ്ണൊന്നും പൂർണ്ണമായി മാറ്റി ഇവിടുന്ന് നീക്കം ചെയ്യാതെ ഈ മണ്ണിനടിയിൽ ഇല്ല എന്നൊരു പ്രസ്താവന ഇറക്കിയതാണ് വലിയ ആശയക്കുഴപ്പത്തിനും നിരാശയ്ക്കും ഇടവെച്ചത്. എന്തായാലും ഇന്നും പ്രതീക്ഷ കൈവിടാതെ തന്നെ കേരളം ഇത് കാതോർത്തിരിക്കുന്നു എന്നറിയാം. കുടുംബങ്ങൾ കാതോർത്തിരിക്കുന്നു. നമ്മളും അതിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ ഇവിടെ നിന്നും നമുക്ക് ഒരു ആശ്വാസ വാർത്ത ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഇവിടെ തന്നെ തങ്ങുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തുടർച്ചയായി ഇവിടുത്തെ ഓരോ ചലനങ്ങളും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. ഇന്നും നമുക്ക് അത് സാധിക്കും. കാരണം തൊട്ടടുത്ത്, വളരെ അടുത്താണ്, നമ്മൾ തൊട്ട് പിന്നിലാണ് ആ സംഭവ സ്ഥലം. അവിടെ ഈ ക്യാമറയോ മറ്റ് സംവിധാനങ്ങളോ കൊണ്ടുപോകാൻ അനുവാദമില്ല. മാത്രമല്ല അവിടെ റേഞ്ചിന്റെ ഒരു പ്രശ്നവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന്റെ തൊട്ട് സമീപത്തായി നിൽക്കുന്നത്. എല്ലാ മാധ്യമങ്ങളും ഇവിടെയാണ് ഉള്ളത്. എന്തായാലും ഈ മാധ്യമ ഇത്തരത്തിൽ നിരന്തര വാർത്തകൾക്കപ്പുറം ഇനിയും ഒരു ഇടപെടൽ വേണമോ എന്നൊരു സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഏതായാലും ഈ സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനത്തെ മാത്രം കാത്തിരിക്കാതെ കൂടുതൽ ഇത്തരത്തിൽ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെ മറ്റ് സംവിധാനങ്ങളും ഇവിടെ ഈ തെരച്ചിലിനായി വരേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് ഈ ട്രക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇതിനപ്പുറം ഒരു സംവിധാനങ്ങൾ ഇനിയില്ല. കരസേന അതായത് ഈ രഞ്ജിത്ത് പറഞ്ഞിരുന്നു, ഈ അഡ്വാൻസ്ഡ് റഡാർ സിസ്റ്റം ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ പെട്ടെന്ന് സ്പോട്ട് ഔട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്ന്. നമ്മുടെ രാജ്യത്ത് അത്തരം സംവിധാനങ്ങൾ ഉണ്ടല്ലോ, എന്തുകൊണ്ടായിരിക്കാം അത് ഇവിടെ എത്താൻ ഇത്രമാത്രം വൈകുന്നത്? ഇന്നെങ്കിലും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും ഈ ബന്ധുക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചന്ദ്രനിലേക്കൊക്കെ നമ്മൾ പോകുന്ന ഒരു കാലമാണ്. ആ കാലത്താണോ ഒരു ട്രക്ക് ഇത്തരത്തിൽ മണ്ണിനടിയിൽ മൂടിക്കിടക്കുന്നത് കണ്ടെത്താൻ ഉപകരണമോ അല്ലെങ്കിൽ സംവിധാനം ഇല്ലാത്തതാണ് ആ ബന്ധുക്കൾ ചോദിക്കുന്നത്. അത് കൊണ്ടുവരണം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം 3 ജീവനുകളാണ് ഈ തരത്തിൽ ഈ മണ്ണിനടിയിലുള്ളത്. അവരെ കണ്ടെത്തേണ്ടതുണ്ട്. അത് മാത്രമല്ല, വലിയൊരു ട്രക്ക്, ഇത്രയും വലിയൊരു വാഹനം, വലിയ തടി മരവുമായി പോയ ഒരു വാഹനം, ആ മരത്തിന്റെ ഒരു അവശിഷ്ടം പോലും ഈ പ്രദേശത്തിരുന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ മണ്ണിനടിയിൽ തന്നെ ഈ വാഹനം ഉണ്ടാകും. വളരെ ഭാരമേറിയ ഒരു വാഹനം അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. കാരണം ഈ കൃത്യമായി ഈ മലയുടെ തൊട്ട് താഴെയായിരുന്നു ഈ വാഹനം പാർക്ക് ചെയ്തിരുന്നത്. അങ്ങനെയെങ്കിൽ മുകൾ ഭാഗത്താണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ആ മുകളിലെ മണ്ണ് മുഴുവൻ ഈ ലോറിയുടെ മുകളിലേക്ക് വീഴാനാണ് സാധ്യതയെന്നും അവർ പറയുന്നു. അങ്ങനെയെങ്കിൽ ലോറി ചെരിഞ്ഞ് ആണ് മറിഞ്ഞതെങ്കിൽ ഒരു 2.5 മീറ്ററിൽ ഉയരത്തിൽ മണ്ണ് വീണാൽ തന്നെ ഈ ലോറി കാണാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ഇന്നലെയൊക്കെ വലിയ ദ്വാരം ഈ മണ്ണിന് മുകളിൽ ഉണ്ടാക്കി അതിൽ വലിയ വടിയിട്ട് ഇരുമ്പ് വടിയിട്ട് കുത്തി നോക്കുന്ന വളരെ അശാസ്ത്രീയമായ രീതിയിലുള്ള തെരച്ചിലായിരുന്നു ഇന്നലെയൊക്കെ ഈ ദുരന്ത നിവാരണ സേനയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത്തരം തെരച്ചിലല്ല